നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാർലമെന്റ് ഇലക്ഷനിൽ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു. ഇപ്പോഴേ ചുവരെഴുത്തും വീട് കയറി ഇറങ്ങലും ഇറച്ചിക്കടക്കാരന് കൈ കൊടുക്കലും മീൻകടക്കാരന് കൈ കൊടുക്കലും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും കൈ കൊടുക്കും. അതിനുശേഷം ആ കൈ പോയി ഡെറ്റോളിട്ട് കഴുകും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെ ഒന്നും കണ്ട ഭാവം നടിക്കില്ല. അതെല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്രാവശ്യം പറയാൻ പോകുന്നത് തൃശ്ശൂരിനെ കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂരാണ്. അത് കേരളം മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിൽ ഇപ്രാവശ്യം താമര വിരിയിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മാത്രമല്ല, BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു സീറ്റാണ് തൃശ്ശൂർ. അതുപോലെ സുരേഷ് ഗോപിക്കും. അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ മണ്ണിനെ വളരെയധികം അടുത്തറിയാവുന്ന, തൃശ്ശൂർക്കാരുടെ മനസ്സറിയാവുന്ന, തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് നിയമസഭയിലേക്ക് പോയി അവിടെ മന്ത്രിയായ ഒരാളാണ് സുനിൽകുമാർ. LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന സുനിൽകുമാർ തൃശ്ശൂരിൽ തന്നെ MLA ആയി, അവിടെ MP ആയി കഴിഞ്ഞ വർഷം ഏതാണ്ട് 4,15,089 വോട്ടുകൾ വാങ്ങി വിജയിച്ച TN പ്രതാപനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇവരുടെ മൂന്നുപേരുടെയും ചില കാര്യങ്ങൾ നോക്കിയാൽ, TN പ്രതാപനാണെങ്കിൽ തീരദേശ മേഖലകളിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരാളും TN പ്രതാപനാണ്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ശക്തികളൊക്കെ ഈ TN പ്രതാപനെ മുസ്ലിം തീവ്രവാദികളുടെ നേതാവായി ഒക്കെ ചിത്രീകരിക്കുന്നു പല സമയങ്ങളിലും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ TN പ്രതാപന് വളരെ നല്ല ഒരു അടിത്തറ തൃശ്ശൂരുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട്ടികയിലാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഒക്കെ ഈ TN പ്രതാപന് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെയൊക്കെ വോട്ടുകൾ വരുമ്പോ TN പ്രതാപന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. ഇനി സുനിൽകുമാറിന്റെ കാര്യമെടുത്താൽ, സുനിൽകുമാർ ആണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായി അത്യാവശ്യം ഒരുമാതിരി ആളുകളെ ഒക്കെ അടുത്തറിയാവുന്ന ഒരാളാണ് സുനിൽകുമാർ. സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവവും ഒക്കെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടാനിടയാക്കും. എന്തുകൊണ്ടും വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് സുനിൽകുമാർ. പിന്നീടുള്ളത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി കുറച്ച് നാളായിട്ട് അത് ആഞ്ഞു പിടിക്കുന്നു. തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക, കേരളം മൊത്തം ഇങ്ങ് തരണം എന്നൊക്കെ പറഞ്ഞ് കുറെ വേലകൾ അവിടെ കാണിച്ചു തൃശ്ശൂർ. സുരേഷ് ഗോപിക്ക് വേണ്ടി 2 പ്രാവശ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നത്. ഒന്ന്, വലിയൊരു മഹിളാ സംഗമമൊക്കെ സംഘടിപ്പിച്ചു. നമ്മുടെ മറിയക്കുട്ടി മുതൽ നടി ശോഭന വരെയുള്ള ആളുകളെയൊക്കെ അതിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. അതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് പ്രധാനമന്ത്രി ചടങ്ങുകളൊക്കെ ചെയ്തു കൊടുത്തത്. ഇതൊക്കെ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയൂ. കാരണം അവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു താമര വിരിയിക്കണം. അതിനുവേണ്ടി പെടാപ്പാട് പെടുകയാണ്. അതിനുവേണ്ടി വനിതാ സംഗമം വിളിച്ചു കൂട്ടിയതും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയതും ഒക്കെ അതിന് തന്നെയാണ്. സുരേഷ് ഗോപിയാണെങ്കിൽ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ തങ്കശ്ശേരിയിൽ ജനിച്ചയാള്, തങ്കശ്ശേരിയിൽ മുഴുവൻ ഇൻഫന്റ് ജീസസിന്റെ സ്കൂളുകളും അതുപോലെ പള്ളികളും ഒക്കെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലങ്ങള്, മാതാവിന്റെ പള്ളികളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. കൊല്ലം ടൗണിൽ തന്നെയാണെങ്കിൽ മാതാവിന്റെ വലിയൊരു പള്ളിയുണ്ട്. ഒരു മിനി വേളാങ്കണ്ണി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന സുരേഷ് ഗോപി പഠിച്ചത് തന്നെ ഫാത്തിമ മാതാ കോളേജിലാണ്. എന്റെ ഒരു സഹോദരിയുടെ കൂടെ ഒക്കെ പഠിച്ച ആളാണ് സുരേഷ് ഗോപി. പിന്നീട് എനിക്ക് അദ്ദേഹത്തെ അടുത്ത പരിചയമുള്ളത് സിനിമയിലാണ്. ഈ സുരേഷ് ഗോപി അവിടെ നിന്നുമുള്ള മാതാവിനെ ഒന്നും പോരാഞ്ഞിട്ട് തൃശ്ശൂർ കൊണ്ട് ലൂർദ് മാതാ പള്ളിയിലെ മാതാവിന് ഒരു കിരീടമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. ആ കിരീടം താഴെ പോയി. അതിനെ ചൊല്ലി കുറെ വിവാദങ്ങൾ. അത് ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാനും സഭാ മേലധ്യക്ഷന്മാരെ സുഖിപ്പിക്കാനുമാണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അതിനകത്ത് സുരേഷ് ഗോപി ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഒരു കിരീടം വെച്ച് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ കുറെ നേർച്ച ഇട്ടത് കൊണ്ടോ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അല്ലെങ്കിൽ അവരുടെ ബിഷപ്പുമാരെയൊക്കെ കാണുമ്പോ ഇങ്ങനെ കുനിഞ്ഞ് തൊഴുതുകൊണ്ട് പോകുന്ന ചില വീഡിയോകളൊക്കെ കണ്ടു. അങ്ങനെ കുനിഞ്ഞ് തൊഴുതുകൊണ്ടോ ഒന്നും സഭാവിശ്വാസികളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ മനസ്സുകളൊന്നും മാറില്ല എന്നും സുരേഷ് ഗോപിയെ ഓർക്കണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം
സുരേഷ് ഗോപിയുടെ വ്യക്തമായ ഒരു ലീഡ് നേടിയിരുന്നു. ആ ലീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 2,93,222 വോട്ടുകളാണ് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പിടിച്ചത്. അപ്പൊ നന്നായി സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ രാജാജി മാത്യുവിന് 3,21,456 വോട്ടുകളാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയത്. എന്നാണെങ്കിലും ഏതാണ്ട് 95,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ച TN പ്രതാപന് ഇപ്രാവശ്യവും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം സുനിൽകുമാറിന്റെ ഭാര്യയാകും. കേന്ദ്രത്തിന് കേരളത്തിനോടുള്ള അവഗണനകളും അതുപോലെ സുരേഷ് ഗോപിയുടെ ചില സാമുദായിക പ്രവർത്തനങ്ങളും ഒക്കെ മിക്കവാറും BJPക്കും അവിടെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അപ്പൊ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം TN പ്രതാപന് തന്നെയാണ് ഇതുവരെയുള്ള മുൻതൂക്കം എന്നാണ് കണക്ക് കൂട്ടേണ്ടത്. രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി വരുമോ അതോ സുനിൽകുമാർ വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിനങ്ങളിൽ അറിയേണ്ടത്. അതിനകത്ത് ആരുടെയും പക്ഷം പിടിച്ചു പറയുന്നതല്ല. ഇക്കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ട ആ റിസൾട്ടിന്റെ വ്യതിയാനങ്ങളും ഇപ്പോഴവിടെയുള്ള സാമുദായിക ധ്രുവീകരണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യവും കോൺഗ്രസിന് തന്നെയാണ് തൃശൂർ എന്ന VIP മണ്ഡലത്തിൽ പ്രതീക്ഷയെന്നാണ് വരുന്ന കണക്കുകൾ.